നമുക്ക് കാണേണ്ടത് ഈ എക്സിറ്റ് പോളുകൾ ബി.ജെ.പിക്ക് അല്ലെങ്കിൽ എൻ.ഡി.എക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് കുറയുമെന്ന് പ്രവചിക്കുന്നത് രണ്ട് സംസ്ഥാനങ്ങളിലാണ്, രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും. രാജസ്ഥാനിൽ 7 സീറ്റ് വരെ പ്രതിപക്ഷ സഖ്യത്തിന് ഇന്ത്യ മുന്നണിക്ക് കിട്ടാമെന്ന് ആക്സിസ് മൈ ഇന്ത്യ പ്രവചിക്കുന്നു. അതേസമയം ടൈംസ് നൗ മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യത്തിന് 22 സീറ്റുകൾ വരെ കിട്ടാമെന്ന് പ്രവചിക്കുന്നു. അതായത് കഴിഞ്ഞ തവണ ബി.ജെ.പി അല്ലെങ്കിൽ എൻ.ഡി.എ നേടിയിട്ടുള്ള 353 നിന്ന് കുറയുന്ന സീറ്റുകളാണ്. പിന്നെ എങ്ങനെയാണ് ഈ പറഞ്ഞ 400ലേക്ക് പോവുക? ആന്ധ്രയിലും ബംഗാളിലും നേട്ടമുണ്ടാക്കുന്നു. 4 സീറ്റ് എണ്ണിപ്പെറുക്കി നേടുമ്പോൾ വലിയ ഓരോന്നോരോന്നായി നഷ്ടമാകുന്ന മുഴുവൻ കണക്കിനെയും ഒന്നിച്ച് മറികടക്കാം. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കണക്കുകളാണ് വരുന്നത്. ബി.ജെ.പി സഖ്യം വലിയ തോതിൽ മുന്നോട്ട് പോകുന്നത് ഈ പറയുന്ന 4ഉം 7ഉം കൂട്ടിയാലും അതുകൊണ്ട് മാത്രം അത് പരിഹരിക്കാൻ കഴിയും. എനിക്ക് തോന്നുന്നു ഡൽഹിയിൽ പി ബസന്തിലേക്കൊന്ന് പോകാം. ബസന്ത്, യു പിയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് എൻ.ഡി.എ നേടുന്നുണ്ട്, ബി.ജെ.പി നേടുന്നുണ്ട്. പലതരത്തിലുള്ള വിശകലനങ്ങൾ ഈ പല ഘട്ടങ്ങളിലായിട്ട് വന്നു. അതായത് കഴിഞ്ഞ തവണത്തെ പോലെ എൻ.ഡി.എക്ക് ബി.ജെ.പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകില്ല എന്ന്. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം, അതായത് ഏറ്റവും കൂടുതൽ അംഗങ്ങളെ ലോക്സഭയിലേക്ക് അയക്കുന്ന മണ്ഡലം, സംസ്ഥാനം, അവിടെ ബി.ജെ.പി വീണ്ടും വലിയ നേട്ടം ഉണ്ടാക്കുകയാണ്. എന്താണ് ഏജൻസികൾ പറയുന്നത്? രാജീവ്, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത BSP എന്ന് പറയുന്ന പാർട്ടി യു പിയിൽ ഇല്ലാതാകുന്നു എന്നുള്ളത് തന്നെയാണ്. BSP ബി.ജെ.പിയെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് മത്സരമാണ് ഇത്തവണ പല മണ്ഡലങ്ങളിലും നടത്തിയത്. അത് സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിൻ്റെ വോട്ടുകളെ തകർത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചിതറിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കഴിഞ്ഞ തവണ 62 സീറ്റുകൾ ബി.ജെ.പിക്ക് ലഭിച്ചെങ്കിൽ ഇത്തവണ അതിനേക്കാൾ കൂടുതലേക്ക് വരുമ്പോൾ പല മണ്ഡലങ്ങളിലും ബി.ജെ.പിയെ സഹായിക്കുന്ന തരത്തിൽ സ്ഥാനാർത്ഥികളെ വരെ BSP നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജോൺപൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ മാത്രം നമ്മൾ എടുത്താൽ അവിടെ സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഒരു യാദവ് വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു. അതേസമയം ബി.ജെ.പി നിർത്തിയിരുന്നത് ഒരു ബ്രാഹ്മൺ സമുദായത്തിൽപ്പെട്ട പാർട്ടിയായിരുന്നു. BSPയുടെ സ്ഥാനാർത്ഥിയും അവർ പ്രഖ്യാപിച്ച ആൾ ഒരു ബ്രാഹ്മൺ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. പക്ഷേ അവസാന നിമിഷം ജോൺപൂരിലെ സ്ഥാനാർത്ഥിയെ മായാവതി പിൻവലിക്കുകയും അതിന് പകരം മുൻ MP ശ്യാം യാദവിനെ അവിടെ മത്സരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ യാദവ് വോട്ട് പിളർത്തുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചു എന്നുള്ളതാണ്. ഇതുപോലെ ഏകദേശം 5ഓളം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ അവസാന നിമിഷം മായാവതി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാകുന്നത്. അത് BSP ബി.ജെ.പിയെ പരോക്ഷമായി സഹായിക്കുന്ന തരത്തിലുള്ള നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. കഴിഞ്ഞ തവണ 10 സീറ്റ് കിട്ടിയ പാർട്ടിയാണ് BSP എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ പലയിടത്തും ആ തരത്തിൽ ഇപ്പോൾ റായ്ബറേലി പോലുള്ള മണ്ഡലങ്ങളിൽ പോലും അത്തരത്തിൽ ചില നീക്കങ്ങൾ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ റായ്ബറേലിയിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു വലിയ തോതിലുള്ള ഒരു വിജയം കോൺഗ്രസിന് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോൾ നമ്മൾ വെച്ച് പുലർത്തുന്നുണ്ട്. അത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിക്കുള്ള ഒരു ഗുഡ് വിൽ അവിടെ ഉണ്ട് എന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ടുള്ള വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 2009 മുതൽ 2019 വരെ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ, അതായത് സോണിയാഗാന്ധിയുടെ വിജയ ശതമാനം വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടുന്നതിനനുസരിച്ചിട്ട് സോണിയാഗാന്ധിയുടെ വിജയ ശതമാനം കുറഞ്ഞു. കഴിഞ്ഞ തവണ അതായത് 2019 അത് 55% അവർ വിജയിച്ചത് 17% വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. അതായത് 1.85 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ 4.5 ലക്ഷം ഉണ്ടായിരുന്ന 2014 4.5 ലക്ഷം ഉണ്ടായിരുന്ന ഭൂരിപക്ഷം 1.85 വന്നു നിന്നു. ഇത്തവണത്തെ അവിടുത്തെ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് റായ്ബറേലിയിൽ 58%. 3% വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതാരെ സഹായിക്കും എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. രാഹുൽ ഗാന്ധി പരാജയപ്പെടും എന്ന് പറയാൻ പറ്റില്ല. തോൽക്കാമോ എന്ന് ചോദിച്ചാൽ തോൽക്കാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ രാഹുൽ ഗാന്ധിയോടുള്ളൊരു ഗുഡ് വിൽ വലിയ തോതിൽ റായ്ബറേലിയിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ കണ്ടതാണ്. സമാജ്വാദി പാർട്ടിയുടെ പ്രവർത്തകർ വളരെ ശക്തമായി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മുസ്ലിം യാദവ കോമ്പിനേഷൻ വളരെ ശക്തമായി തന്നെ ആ മണ്ഡലത്തിലുണ്ട്. ഈ BJPയുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം വലിയ തോതിൽ കുറച്ച ദിനേശ് പ്രതാപ് സിംഗ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അവിടുത്തെ മന്ത്രി കൂടിയാണ്. കഴിഞ്ഞ 5 വർഷം അദ്ദേഹം അവിടെ നിന്ന് മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഠാക്കൂർ വംശജനാണ്, കോൺഗ്രസ്സുകാരനായിരുന്നു, മുൻ കോൺഗ്രസ്സുകാരനാണ്. പക്ഷേ വലിയ തോതിലുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ അദ്ദേഹം നേരിട്ടിട്ടുമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഒരു വസ്തുത അവിടെ നിൽക്കുന്നു. വോട്ടിംഗ് ശതമാനം കൂടുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം വലിയ തോതിൽ കുറയുന്ന ഒരു സാഹചര്യം അവിടെ അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. റായ്ബറേലിയുടെ ചരിത്രത്തിൽ പോളിംഗ് പെർസെന്റേജ് കൂടുമ്പോൾ കോൺഗ്രസിന്റെ വിജയ ശതമാനത്തിൽ ഇടിവ്, ശതമാനത്തിനപ്പുറം അത് എത്ര വോട്ടിലാണ് ഇടിവുണ്ടാക്കുന്നത്. ഈ ശതമാനത്തിന്റെ കണക്ക് പറയുമ്പോൾ ബീഹാറിൽ ആക്സിസ് മൈ ഇന്ത്യ പറയുന്നു കഴിഞ്ഞ തവണത്തെക്കാൾ 8% കുറവ് NDAക്ക് ഉണ്ടാവുന്നു.
അത് വളരെ വ്യക്തമാക്കുന്ന ഒരു കാര്യം. തേജസ്വി യാദവ് എമർജ് ചെയ്യുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എമർജ് ചെയ്യുന്ന ഒരു പുതിയ നേതാവായി തേജസ്വി യാദവ് വരുന്നു. കൃത്യമായും RJD ആണ് അവിടെ ആ നിലയ്ക്ക് നേട്ടമുണ്ടാക്കുന്നത്. കഴിഞ്ഞ തവണത്തെ 0-ൽ നിന്ന് RJD 5 സീറ്റിലേക്കെങ്കിലും ഏറ്റവും കുറഞ്ഞത് വരാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ പി ബസന്ത് തന്നെ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. അതായത് ഈ BJP വലിയ നേട്ടമുണ്ടാക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം 50% മുകളിൽ വോട്ട് ഷെയർ നേടുന്നു എന്നുള്ളത്. പക്ഷേ നോക്കൂ, ബീഹാറിൽ 48%, കഴിഞ്ഞ തവണത്തേക്കാൾ 8%. കഴിഞ്ഞ തവണ 56% ഉണ്ടായിരുന്നത് 8% കുറഞ്ഞ് 48% അങ്ങനെയെങ്കിൽ BJPയുടെ ശക്തിയേക്കാൾ അവിടെ JDUമായി കൂട്ടുകൂടിയതാണോ അവർക്കുണ്ടായ തിരിച്ചടി, അതോ നേരത്തെ പറഞ്ഞതുപോലെ RJDയുടെ വലിയ വളർച്ചയാണോ? തീർച്ചയായും അവിടെ തേജസ്വി യാദവ് നിതീഷ് കുമാർ അപ്രസക്തമാകുന്നു എന്നതാണ് ബീഹാർ രാഷ്ട്രീയം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളന്ദ പോലുള്ള മേഖലകളിൽ തീർച്ചയായും കുർമി വോട്ട് ബാങ്ക് അദ്ദേഹത്തിന് നിലനിർത്താൻ കഴിയുന്നുണ്ട്. പക്ഷേ എമർജ് ചെയ്യുന്ന ബ്രാൻഡ് തേജസ്വി യാദവാണ് ബീഹാറിൽ നിന്ന്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് അപ്പുറത്ത് എമർജ് ചെയ്യാൻ പോകുന്ന ബ്രാൻഡ് സെഫോളജിസ്റ്റായ പ്രശാന്ത് കിഷോറാണ്. ജൻസുരാജ് പാർട്ടി ഒറ്റയ്ക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വർഷം വോട്ട് പിടിക്കും, അധികാരത്തിലേറും എന്ന് അതിനുള്ള ഗ്രൗണ്ട് വർക്ക് അവിടെ നടക്കുന്നതേ ഉള്ളൂ.